ആകുലത കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും നീട്ടാൻ നിങ്ങൾ ആർക്ക് സാധിക്കും? ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം. ആകുലത മനോഹരമായൊരു പദമാണ്. ഒരുപക്ഷെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ ആകുലത, സ്കൂളിൽ പോകണമല്ലോ, ക്ലാസ് തുറന്നല്ലോ, കീറാമുട്ടിയ വിഷയങ്ങൾ. യുവതി യുവാക്കന്മാർക്ക് അവരുടേതായ ആകുലത, അപ്പനമ്മമാർക്ക് അവരുടേതായ ആകുലത, വൃദ്ധരായവർക്ക് അവരുടേതായ ആകുലതകൾ, പാവപ്പെട്ടവർക്ക് അവരുടേതായ ആകുലത, ധനികന് ഈ സമ്പത്ത് എന്ത് ചെയ്യുമെന്നുള്ള ആകുലത. ആർക്കാണ് ആകുലതയില്ലാത്തത്? എന്തായാലും എല്ലാവരുടെ ജീവിതത്തിൽ കൈമുതലായി ഉള്ളത് ഒന്ന് ഉറപ്പാണ്. ഏത് ബുദ്ധിമാനും ഏത് പാവപ്പെട്ടവനും ഉള്ള ഒന്ന് ആകുലതയാണ്. അതുകൊണ്ട് ആകുലതയുടെ കാര്യത്തിൽ നമുക്ക് ഭാരമില്ല. നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ആകുലതയുണ്ട്. സ്നേഹമുള്ളവരെ, ആ ആകുലത ഉള്ളത് കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടം നമുക്ക് സാധിക്കുമോ? ടെൻഷൻ, ബി പിയുടെ മരുന്നുകൾ കഴിച്ച് സ്നേഹമുള്ളവരെ നമ്മൾ ഒരു പരുവത്തിലായിരിക്കുകയാണ്. എന്താ ഈ ആകുലത മാറ്റാനുള്ള വഴി? ടെൻഷൻ എല്ലാത്തിനെക്കുറിച്ചും. മഴ പെയ്യുമോ? പുറത്തിറങ്ങാൻ പറ്റുമോ? നാളെ വെളുക്കുമോ? നാളെ എന്തായിരിക്കും അവസ്ഥ? സ്നേഹമുള്ളവരെ, ദൈവത്തെ മുറുകെ പിടിക്കുന്ന, ഇന്നലെ നീ അത്ഭുതകരമായി നടന്നില്ലേ? സാധിക്കില്ല എന്ന് പറഞ്ഞ നീ ഇന്നലെ പറഞ്ഞ പല വിഷയങ്ങളും അത്ഭുതകരമായി കടന്നതിൻ്റെ ഓർമ്മകൾ ജീവിതത്തിലില്ലേ? അത് നാളെയും സംഭവിക്കും. നീ ഇന്ന് ഭയപ്പെടുന്ന വിഷയങ്ങൾ നാളെ നോക്കുമ്പോൾ അതിനെ ദൈവം അത്ഭുതകരമായി ആശീർവദിച്ചിട്ടുണ്ടാകും. എന്തിന് വെറുതെ ആകുലത കൊണ്ട് ഇന്നിൻ്റെ സന്തോഷങ്ങൾ നശിപ്പിച്ച് കളയണം? ജീവിക്കാൻ മറന്നു പോകരുതേ. സ്നേഹമുള്ളവരെ, ജീവിക്കണം, നന്നായി ജീവിക്കണം. അതിന് ആകുലത നമ്മുടെ ഒരു ഭാരമായി തന്നെ നിൽക്കും, നമ്മളെ അസ്വസ്ഥപ്പെടുത്ത വിഷയമാക്കി തന്നെ നിൽക്കും. ഇന്നിൻ്റെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തുന്ന വിഷയങ്ങളാണ് ഈ ആകുലത. എന്തിനാണ് ഈ ആകുലത? ഉറങ്ങാൻ കഴിയുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം ക്രിസ്തു തരുന്നതാണ്. അത് ഈ ആകുലത കൊണ്ട് നശിപ്പിച്ച് കളയരുത്. സന്തോഷത്തോടെ എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നുള്ള പ്രത്യാശയാവണം നമ്മുടെ ജീവിതത്തിൻ്റെ കൈമുതൽ. ആകുലത ഭാരങ്ങൾ എടുത്തു മാറ്റുക. ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ ആകുലത അകറ്റപ്പെടുമ്പോൾ ദൈവത്തിന് സ്പേസ് എൻ്റെ ജീവിതത്തിൽ ലഭിക്കും. ആ ശൂന്യതയിലേക്ക് ദൈവം വന്ന് നിറയും. ആകുലത നിറയപ്പെടുന്നിടത്ത് പിശാച് വന്ന് നിറയും. ആകുലത അകറ്റപ്പെടുന്നിടത്ത് ദൈവം സ്ഥാനമുറപ്പിക്കും. ആമേൻ.